എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം കാണാൻ വേണ്ടി പോവാം. കുറേ നാളായിട്ട് പടം ഇറങ്ങിയിട്ട് ഒരാഴ്ച കണ്ടായെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ കണിച്ചാർ ഇതുവരെ വന്നിട്ടില്ല, പേരാവരും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് പേരാവല കണിച്ചാർ ആ പടം വന്നിട്ടുണ്ട്. ഒരു ജാതി ജാതകം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആ പടത്തിന് പോവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. ഓക്കെ, അതിന് മുമ്പ് കുഞ്ഞിൻ്റെ അടുത്ത് പോകണം. എൻ്റെ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി കുഞ്ഞിനും കൊടുത്തിട്ട് ആ വണ്ടിയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഓക്കെ, ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ് കേട്ടോ കൂടുതലും പടം കാണാൻ പോക്ക്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പടങ്ങൾ ഇറങ്ങുന്ന ഇതുപോലെ ഇരിക്കും. പിന്നെ എൻ്റെ സ്ഥിരം എൻ്റെ കൂടെ എപ്പോഴും, അതായത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും പടം തുടങ്ങാൻ ഒരു അരമണിക്കൂർ മുന്നേ. അപ്പോഴായിരിക്കും അവനത് അറിയുന്നത്. അവനിപ്പോൾ നാട്ടിലില്ല, അവൻ കുവൈറ്റിലാണ്, ബിൽജോ എന്ന പേര്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അവന് ഇഷ്ടം. കാരണം അരമണിക്കൂർ മുന്നേ ഞാൻ ചെല്ലുന്നു, ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞാനും അവനും കൂടെ പടപടയെന്ന് വേഗം വിളിച്ച് സംഭവം സെറ്റായിട്ട് പോകും. അതാണ് ശീലം. പക്ഷെ അവൻ പോയതിന് ശേഷം തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ കൂടുതൽ പടം ഒറ്റയ്ക്ക് ആസ്വദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. കുറേ ആൾക്കാരങ്ങനെ പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ പോകുമ്പോൾ ഞാനങ്ങനെ ശീലമായിപ്പോയി, എന്താണെന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും അതും കൂടെ പറയണം തോന്നി. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്ഥിരം നമ്മൾ വരുന്ന തിയേറ്റർ ദേവ് സിനിമാസ്. അപ്പോൾ നമ്മുടെ കണിച്ചാർ എന്ന സ്ഥലത്തായിട്ട് ഇതുള്ള ദേവ് സിനിമാസ്. അങ്ങനെ മൾട്ടിപ്ലക്സ് ദാവീദ് റിലീസാവാനായല്ലേ ദേവ് സിനിമാസ്. കണ്ട, ഞാൻ പോയി ടിക്കറ്റ് എടുക്കട്ടെ. സമയമായിട്ടില്ല കേട്ടോ, സമയം 11:05 നമ്മൾ തിയേറ്ററിൻ്റെ ആംബിയൻസ് കണ്ട. റിലീസ് ഉണ്ട് കേട്ടോ. അടക്കൻ വിരാത 4K റീ റിലീസ്. ഒന്മാനും ഒരു ജാതി ജനകം വിടമുയർച്ചി ഭയങ്കര റൊമാൻസ്. ഈ പടം കാണാൻ പറഞ്ഞു കേട്ടോ, കോമഡി ആയിരിക്കും ചിലപ്പോൾ. പെട്ടു എന്ന് തോന്നുന്നു. സിനിമ കാണാൻ ആളൊന്നുമില്ല. ഒന്നാമത് ഈ പടം ഇറങ്ങിയിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. പിന്നെ ഇപ്പം മറ്റേ അയിത്തിൻ്റെ പടം കാണാൻ വേണ്ടി കുറച്ച് പിള്ളേർ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിനും ആളില്ല. അത് കാണണം ഇന്നലെ വിചാരിച്ചതാണ്. പക്ഷേ ഒരു മൂഡ് തോന്നുന്നില്ല. ചില പടങ്ങൾ അങ്ങനെയാണല്ലോ. ഇത് കാണാൻ മൂഡ് വന്നപ്പോഴത്തേക്കും ഇവിടെ ആളുമില്ല. ഒരു 5 പേരെ കൂട്ടിയിട്ട് വരായിരുന്നല്ലേ. നോക്കട്ടെ ഷോ തുടങ്ങുമോ ഇല്ലയോ. ആദ്യമായിട്ടോ കാണിച്ചാർ തിയേറ്റർ വന്നിങ്ങനെ ഒരവസ്ഥ, ആളില്ലാതെ ഇരിക്കുന്നത്. നോക്കാം. ആയിട്ടാണ് ഒരു പടത്തിന് വന്നിട്ട് ഇങ്ങനെ മുഞ്ചി തെറ്റിപ്പോകുന്നൊരവസ്ഥ എനിക്കുണ്ടാകുന്നത്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിതാ സംഭവം കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയിത്തിൻ്റെ പടം കാണാൻ ഒരു 4 പിള്ളമാരുണ്ടായിരുന്നു. അതുപോലെ ജാതി ജാതകം കാണാൻ നമ്മളൊരു 4 പേര്. അപ്പോൾ നോക്കുമ്പോൾ 10 പേര് വേണമല്ലോ ഒരു സിനിമ തിയേറ്റർ ഓപ്പൺ ആണെങ്കിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നു വടക്കം വീരകഥ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ അതെന്തായാലും കളിക്കാൻ പറ്റൂല, ഒരാളെ വെച്ച് കളിപ്പിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ലാസ്റ്റ് ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് അയിത്തിൻ്റെ പടത്തിന് എല്ലാവരും കൂടെ കയറാമെന്ന് പറഞ്ഞു. കുറേ ചേട്ടന്മാർ അങ്ങനെ വന്ന് കയറി. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10-15 മുകളിൽ ആൾക്കാർ തിയേറ്ററിലായിട്ടുണ്ട്. ഞാൻ പറയുന്നവർ ഞാൻ ഇല്ല. നമ്മളൊരു പടം കാണാൻ തീരുമാനിച്ച് വന്നിട്ട് ആ പടം കാണാൻ പറ്റിയില്ല, പിന്നെ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് വിട്ട് ഞാനപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചമ്മു എന്ന് വിചാരിച്ചില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പം ശരി എന്നാൽ കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.